ഗോപിനാഥ ബാനർജി എന്ന പേരു കേട്ടപ്പോൾ എന്തോ സ്റ്റേഷൻ മാസ്റ്ററുടെ പ്രകൃതം ഒന്ന് വല്ലാതെ മാറി. ആ കോടീശ്വരൻ്റെ സ്വന്തം ആളാണ് ഈ സ്റ്റേഷൻ മാസ്റ്റർ. ബഹുവിധമായ സാമാനങ്ങൾ ഈ സ്റ്റേഷനിൽ കൂടി അദ്ദേഹത്തിന് വേണ്ടി ദിവസം പ്രതി വന്നും പോയിക്കൊണ്ടും ഇരിക്കും. വളരെ പണം സ്റ്റേഷൻ മാസ്റ്റർക്ക് അദ്ദേഹത്തോട് സമ്മാനമായിട്ടും മറ്റും കിട്ടിവരുന്നുണ്ട്. അത്രയുമല്ല, ഒരു കുറി എന്തോ ഒരു വികടം കാണിച്ചതിനാൽ ഈ സ്റ്റേഷൻ മാസ്റ്ററുടെ കാൽക്ക് ചങ്ങല വരാൻ പോയത് അദ്ദേഹത്തിൻ്റെ ദയയാൽ ഇല്ലാതെയായിരിക്കുന്നു. ഗോപിനാഥ ബാനർജി എന്ന് വെച്ചാൽ ആ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഒരു ഈശ്വരനെ പോലെയാണ്. ആ പേര് പറഞ്ഞ കേട്ട ഉടനെ അദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു. സ്റ്റേഷൻ മാസ്റ്റർ: താങ്കൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനോ? അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോവുന്നുവോ? പോട്ടർ, കസാല കൊണ്ടുവാ. ഇരിക്കിൻ, ടെലിഗ്രാം ഈ നിമിഷം അയക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ടെലിഗ്രാമിന് ഇപ്പോൾ ഞാൻ മറുപടി അയച്ചതേ ഉള്ളൂ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥലത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കണം. ടെലിഗ്രാം വേഗം എഴുതി തരികേ വേണ്ടൂ. മാധവൻ ഉടനെ ടെലിഗ്രാം എഴുതി സ്റ്റേഷൻ മാസ്റ്റർ വശം കൊടുത്തു. സ്റ്റേഷൻ മാസ്റ്റർ 5 നിമിഷത്തിലകത്ത് മറുപടി വരുത്തി തരാമെന്ന് പറഞ്ഞ് ടെലിഗ്രാം അടിച്ചു. മാധവന് കുറെ ചായയും മറ്റും ക്ഷണം വരുത്തിക്കൊടുത്തു. ഉടനെ പോലീസുകാരുടെ അടുക്കെ ആളെ അയച്ചു. വേണ്ടതെല്ലാം ചെയ്തു. പണത്തിന് ചോദിച്ച ഹോട്ടൽ ബട്ട്ലറെ തൽക്കാലം കണ്ടതേയില്ല. കഷ്ടിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മറുപടി ടെലിഗ്രാം എത്തി. സ്റ്റേഷൻ മാസ്റ്റർക്ക് നേരെ താഴെ പറയുന്ന പ്രകാരമായിരുന്നു ടെലിഗ്രാം. മലബാറിൽ നിന്ന് വരുന്ന മാധവന്റെ ടെലിഗ്രാം കിട്ടി. ഇദ്ദേഹം എൻ്റെ പ്രാണപ്രിയനായ ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് വേണ്ട സകല ഉപചാരങ്ങളും ചെയ്ത് വളരെ സുഖമാക്കി താങ്കൾ ഇന്നു രാത്രി അവിടെ പാർപ്പിക്കണം. മാധവന്റെ ടെലിഗ്രാം ഇവിടെ കിട്ടുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒടുവിലത്തെ വണ്ടി പോയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ രാത്രിയിൽ തന്നെ ഞാൻ അവിടെ എത്തുമായിരുന്നു. മാധവനോട് അശേഷം വ്യസനിക്കരുതെന്ന് താങ്കൾ പറയണം. താങ്കൾ അയാളുടെ കൂടെ തന്നെ സകല ഉപചാരങ്ങളും ചെയ്തു ഞാൻ എത്തുന്നതുവരെ ഇരിക്കണം. ഞാൻ നാളെ 1-ാമത്തെ വണ്ടിക്ക് അവിടെ എത്തും. പോലീസിന് ഇപ്പോൾ തന്നെ അറിവ് കൊടുക്കണം. അതൊന്നും മാധവൻ അറിയേണ്ട. വേണ്ടത് സകലം നിങ്ങൾ തന്നെ ചെയ്യണം. ഈ ടെലിഗ്രാം എത്തിയ ശേഷം സ്റ്റേഷൻ മാസ്റ്റർ മാധവന് ചെയ്ത ഉപചാരങ്ങളും ആദരവുകളും ഒരു രാജാവിനോ വലിയ പ്രഭുവിനോ കൂടി അദ്ദേഹം ചെയ്യുമോ എന്ന് സംശയമാണ്. ഉടനെ പോലീസിന് ആളെ അയച്ചു. മാധവന് ഹോട്ടലിൽ കിടക്ക, കട്ടിൽ, മേശ, കസാല മുതലായ പല സാമാനങ്ങളുള്ള ഒരു വലിയ മുറി ഒഴിച്ച് അതിൽ ഇരിപ്പാൻ ശട്ടമാക്കി. ഒരു 1/4 മണിക്കൂറിനുള്ളിൽ ആ ദിക്കിലെ പോലീസിൻ്റെ ഒരു ഹെഡ് ഓഫീസറും കുറേ ശിപായിമാരും കൂടി എത്തി. ഹെഡ് ഓഫീസർ ഒരു മുസൽമാനാണ്. അതിഭയങ്കര വേഷം. സ്റ്റേഷനിൽ എത്തിയ ഉടനെ സ്റ്റേഷൻ മാസ്റ്ററോട്: ഹെഡ് ഓഫീസർ, കളവ് പോയത് ആർക്കാണ്? എത്ര മുതൽ പോയി? സ്റ്റേഷൻ മാസ്റ്റർ: മലയാളത്തിൽ നിന്ന് ഒരു രാജാവ് വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വക 1,00,000 ഉറുപ്പികയ്ക്ക് മുതൽ പോയി. ഗോപിനാഥ ബാനർജിയുടെ ഇഷ്ടനാണ് ഈ രാജാവ്. ഈ അകത്തിരിക്കുന്നുണ്ട്. വലിയ രാജാവാണ്. വിവരത്തിന് ഗോപിനാഥ ബാനർജിക്ക് അദ്ദേഹം തന്നെ ടെലിഗ്രാം അയച്ചു. അതിനു വന്ന മറുപടി എനിക്കാണ്. ഇതാ നോക്കിൻ എന്നു പറഞ്ഞ് ടെലിഗ്രാം ഹെഡ് ഓഫീസറെ പക്കൽ കൊടുത്തു. സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞതെല്ലാം മാധവൻ അകായിൽ നിന്ന് കേട്ടു. വളരെ വ്യസനത്തിലാണ് തൻ്റെ അപ്പോഴത്തെ സ്ഥിതി എങ്കിലും താൻ മലയാളത്തിലെ ഒരു രാജാവാണെന്നും 1,00,000 ഉറുപ്പികയുടെ മുതൽ കളവ് പോയി എന്നും സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞത് കേട്ടപ്പോൾ മാധവൻ ഉറക്കെ ചിരിച്ചുപോയി. ഹെഡ് ഓഫീസർ ടെലിഗ്രാം വായിച്ച് തല ഒന്ന് കുലുക്കി സ്റ്റേഷൻ മാസ്റ്ററോട്: ഹെഡ് ഓഫീസർ, എനിക്ക് രാജാവിനെ ഒന്ന് കാണണം. അന്യായത്തിൻ്റെ വിവരം കുറിച്ചെടുക്കണം എന്ന് പറഞ്ഞു. സ്റ്റേഷൻ മാസ്റ്റർ അകത്ത് പോയി ഹെഡ് ഓഫീസറോട് അകത്തേക്ക് വരാമെന്ന് പറഞ്ഞ ശേഷം അതികൂറ്റനായ ഈ തുലുക്കൻ ഉദ്യോഗസ്ഥൻ അകത്തേക്ക് കടന്ന് വളരെ ഭക്തിയോടെ മാധവന് ഒരു സലാം ചെയ്തു കൈകൾ രണ്ടും താഴ്ത്തി ഡ്രിൽ ചെയ്യുവാൻ നിൽക്കും പോലെ മാധവൻ്റെ മുമ്പാകെ നിന്നു.
മാധവൻ വേഗം കസാലയിന്മേൽ നിന്ന് എണീറ്റ് ഇദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് താങ്കളെ കണ്ടത് വളരെ സന്തോഷമായി എന്നു പറഞ്ഞ് അടുക്കെ കസാലമേൽ ഇരുത്തി വളരെ താഴ്മയോടെ സംസാരിച്ചു. ഈ ഉദ്യോഗസ്ഥന് മാധവനെ പറ്റി വളരെ ബഹുമാനവും സന്തോഷവും തോന്നി. ഉദ്യോഗസ്ഥൻ: രാജാവ് അവർകൾക്ക് ഈ വ്യസനം വന്നതിൽ ഞാൻ വളരെ വ്യസനിക്കുന്നു. എന്നാൽ കഴിയുന്നത് ശ്രമിച്ച് ഈ കുറ്റം തുമ്പുണ്ടാക്കാൻ നോക്കാം. മാധവൻ: ഞാൻ രാജാവല്ല. ഇത് പറഞ്ഞു കേട്ടപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർക്ക് വളരെ ദേഷ്യം തോന്നി. കുറ്റമല്ല ഈ പൊട്ടച്ചാരുടെ മുതൽ കട്ടുപോയത് എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. മാധവൻ: ഞാൻ രാജാവല്ല, മലയാളത്തിലെ ഒരു നായരാണ്, ഗവൺമെൻറ്റിൽ ഉദ്യോഗമാണ്. ഉദ്യോഗസ്ഥൻ: ശരി, മുതൽ എത്ര പോയിട്ടുണ്ട്? മാധവൻ: വില തിട്ടമായി പറവാൻ സാധിക്കയില്ല. സ്റ്റേഷൻ മാസ്റ്റർ: വളരെ മുതൽ പോയിട്ടുണ്ട്, വളരെ വളരെ. മാധവൻ: ഏറെയും കുറയുമായി ഒരു 2000 ഉറുപ്പികയുടെ മുതൽ ഉണ്ടായിരിക്കാം. പോയ സാധനങ്ങളിൽ വില ഏറിയത് എല്ലാം എനിക്ക് കൽക്കത്താവിൽ നിന്ന് പുറപ്പെടുമ്പോൾ മഹാരാജശ്രീ ഗോവിന്ദസേൻ സമ്മാനമായി തന്നതായിരുന്നു. അതുകളുടെ വില എനിക്ക് നിശ്ചയമില്ല. ഉദ്യോഗസ്ഥൻ: ഗോവിന്ദസേനും ഇവിടുത്തെ സ്നേഹിതനോ? മാധവൻ: അതെ. ഉദ്യോഗസ്ഥൻ: കളവുണ്ടായ വിവരം ഒന്ന് പറഞ്ഞു കേട്ടാൽ കൊള്ളാമായിരുന്നു. മാധവൻ ഉണ്ടായ സംഗതികളെല്ലാം വിവരമായി പറഞ്ഞു. ഉദ്യോഗസ്ഥൻ കേട്ട ശേഷം ഒരു 10 മിനിറ്റ് ഒന്നും മിണ്ടാതെ യോഗീശ്വരന്മാർ ധ്യാനത്തിന് ഇരുന്നാലത്തെ സമ്പ്രദായത്തിൽ നിശ്ചഞ്ചലനായി ആലോചിച്ചു. ആലോചനയുടെ അവസാനത്തിൽ ഒരു മന്ദഹാസം ചെയ്തു. വാതുക്കൽ നിൽക്കുന്ന തൻ്റെ പ്രധാന ശിപായിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി പിന്നെയും ഒരു മന്ദഹാസം ചെയ്തു. തനിക്ക് സകല സൂക്ഷ്മവും കിട്ടി എന്ന് നടിച്ചുകൊണ്ട്. ഉദ്യോഗസ്ഥൻ: ഈ കളവുണ്ടായത് ഹോട്ട്ലർ ബട്ട്ലറുടെ അറിവോടുകൂടിയാണെന്നുള്ളതിലേക്ക് എനിക്ക് ലേശം പോലും സംശയമില്ല. സ്റ്റേഷൻ മാസ്റ്റർ: ശരി ശരി. പ്രധാന ശിപായി: ശരി ശരി, എനിക്ക് ഒരു അണു മാത്രം സംശയമില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് ശിപായിമാർ നിന്നേടത്തു നിന്ന് ഒന്ന് ഇളകി അന്യോന്യം മുഖത്തോട് മുഖം നോക്കി. കളവ് ഇത്ര വേഗം തങ്ങളുടെ യജമാനൻ തുമ്പുണ്ടാക്കിയത് ഓർത്ത് വളരെ ആശ്ചര്യപ്പെട്ടു. തങ്ങൾക്ക് കൽപ്പന കിട്ടാൻ വൈകിയെന്ന ഭാവത്തോടെ ഉദ്യോഗസ്ഥൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നു. മാധവൻ: ഹോട്ടൽ ബട്ട്ലറുടെ അറിവുണ്ടാവാൻ സംഗതിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റേഷൻ മാസ്റ്റർ ബഹുദേഷ്യത്തോടെ: താങ്കൾ ഇനി ഈ കാര്യത്തിൽ ഒന്നും ചെയ്യേണ്ടതില്ല. വേണ്ടതെല്ലാം ഉദ്യോഗസ്ഥന്മാർ ചെയ്ത് കാര്യം തുമ്പുണ്ടാക്കട്ടെ. ഏകദേശം 1,00,000 കാര്യങ്ങൾ ഇങ്ങനെയുള്ളവ തുമ്പുണ്ടാക്കിയ മഹാന്മാരാണ് ഇവർ. അവരുടെ പ്രവൃത്തി അവർ ചെയ്തു കൊള്ളട്ടെ. മാധവൻ: അങ്ങനെ തന്നെ, ഇനി ഞാനൊന്നും പറയുന്നില്ല എന്നു പറഞ്ഞു. പ്രധാന ഉദ്യോഗസ്ഥൻ ഉടനെ അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് ഹോട്ടൽ ബട്ട്ലറെ വിളിക്കാൻ പറഞ്ഞു. ബട്ട്ലർ വളരെ ഭയപ്പെട്ട് വിറച്ചും കൊണ്ട് ഉദ്യോഗസ്ഥൻ്റെ അടുക്കെ വന്നു നിന്നു. ഉദ്യോഗസ്ഥൻ: അദ്ദേഹത്തിൻ്റെ വകമുതൽ നീ കട്ടത് എവിടെ വെച്ചിരിക്കുന്നു? എടുക്ക്. ബട്ട്ലർ: ഞാനോ? ആരുടെ മുതൽ? കഷ്ടം, ഞാൻ കട്ടുവോ? ഉദ്യോഗസ്ഥൻ ഒരു ശിപായിയോട്: ആ നായിനെ ഇടി. ബട്ട്ലർ: അയ്യോ. ഉദ്യോഗസ്ഥൻ: ഇനിയും ഇടി. ബട്ട്ലർ: അയ്യയ്യോ അയ്യയ്യോ, ഞാനൊന്നും അറിയില്ല. ഉദ്യോഗസ്ഥൻ: നല്ലവണ്ണം ഇടി കഴുതേ, നിനക്ക് ബലമില്ലേ? പ്രധാന ശിപായി, നീ ഇടി ഇടി, തലക്കിടി. ബട്ട്ലർ: അയ്യോ അപ്പാ, അപ്പപ്പാ, അപ്പപ്പാ, ചത്തു ചത്തു, ഞാൻ ചത്തു, ദൈവമേ എന്നെ കൊന്നു. ഉദ്യോഗസ്ഥൻ: ഇടിക്ക്, ഇനിയും ആ നായിനെ ഇടിച്ച് കൊല്ല്. ബട്ട്ലർ: അപ്പാ, എനിക്ക് വെള്ളം കുടിക്കണം, ഞാൻ മരിക്കാറായി. ഉദ്യോഗസ്ഥൻ: അവൻ്റെ കൈ പിടിച്ച് പിന്നോക്കം മുറുക്കിക്കെട്ടി മേലോട്ട് വലിച്ചു പൊന്തിക്ക. മറ്റൊരു ശിപായി അവൻ്റെ കാൽ മുന്നോട്ട് ബലത്തോടെ വലിക്കട്ടെ. കൽപ്പിച്ച പ്രകാരം ചെയ്തപ്പോൾ ബട്ട്ലർ വേദന സഹിക്കാൻ പാടില്ലാതെ: അയ്യോ അയ്യോ, ഞാൻ മുതൽ എടുത്തു തരാം, എടുത്തു തരാം. ഉദ്യോഗസ്ഥൻ: എവിടെ വെച്ചിരിക്കുന്നു? ബട്ട്ലർ: അവിടെ എങ്ങാനും വെച്ചിട്ടുണ്ട്, എന്നെ ഒന്ന് അഴിച്ചു വിടണം. ഉദ്യോഗസ്ഥൻ:
എവിടെ വെച്ചിരിക്കുന്നു? ബട്ട്ലർ: അയ്യയ്യോ, ഞാൻ കിടക്കുന്ന മുറിയിൽ വെച്ചിട്ടുണ്ട്, കെട്ടഴിക്കണേ. സ്റ്റേഷൻ മാസ്റ്റർ മാധവനോട്: കണ്ടില്ലേ, കള്ളൻ, ഇവനാണ് കട്ടത്. താങ്കൾ മഹാദയാബുദ്ധിയാണ്, ഇപ്പോൾ മുതൽ വരുന്നത് കാണാം. മാധവന് ഇത് അശേഷം ബോധ്യമായില്ല. അവൻ വേദന സഹിക്കാൻ പാടില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണെന്ന് തീർച്ചയായും വിശ്വസിച്ചു. കാര്യവും അതുപോലെ തന്നെ. അകത്തേക്ക് പോയി ബട്ട്ലർ വെറുതെ നിന്നു. അയാൾ വശം ഇല്ലാത്ത മുതൽ അയാൾ എങ്ങനെ എടുത്തു കൊടുക്കും? ഏതെങ്കിലും പിന്നെയും കുറെ അന്വേഷണങ്ങളും മറ്റും ചെയ്തു. ചില പോട്ടർമാരെയും കൂലിക്കാരെയും എല്ലാം വളരെ അടിച്ചു. ഒന്നും തുമ്പാവാത്തതിനാൽ ഏകദേശം 12 മണിയായപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വെളിച്ചാവുമ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകുകയും ചെയ്തു. രാവിലെ 1ാമത്തെ വണ്ടിക്ക് ഗോപിനാഥ ബാനർജി വന്നു. കളവുകാര്യത്തെക്കുറിച്ച് കുറെ അന്വേഷിച്ചു. ഒന്നും തുമ്പുണ്ടായില്ല. പിന്നെയും അന്വേഷിപ്പാൻ ഉദ്യോഗസ്ഥന്മാരെയും മറ്റും ഏൽപ്പിച്ച് മാധവനെയും കൂട്ടി തൻ്റെ രാജ്യത്തേക്ക് പോന്നു. ഈ വിവരങ്ങൾക്ക് എല്ലാം തൻ്റെ രാജ്യത്ത് എത്തിയ ഉടനെ ഗോവിന്ദസേന് കമ്പി അയച്ചു. അതിന് ഗോപിനാഥ ബാനർജിക്ക് വന്ന മറുപടി കമ്പി താഴെ ചേർക്കുന്നു: മാധവനു നേരിട്ട നിർഭാഗ്യത്തെപ്പറ്റി ഞാൻ വ്യസനിക്കുന്നു. മാധവന് വടക്കൻ ഇന്ത്യയിൽ സഞ്ചാരത്തിനും മടങ്ങി മദിരാശിക്ക് പോവാനും ഉള്ള സകല ചിലവുകൾക്കുമായി 2000 ഉറുപ്പിക മാധവന്റെ അധീനത്തിൽ നിർത്തണം. എന്നാൽ ഉറുപ്പിക ഒന്നായി കയ്യിൽ കൊണ്ടുപോവണ്ട. തൽക്കാലം ആവശ്യമുള്ളത് മാത്രം കയ്യിൽ രൊക്കം നാണ്യമായി ഇരുന്നോട്ടെ. ശേഷം ആവശ്യമുള്ളത് അലഹബാദ്, ആഗ്ര, ഡൽഹി, ലാഹോർ ഈ ബാങ്കുകളിൽ നിന്ന് അതാതു സമയം വാങ്ങാൻ ചെക്കുകൾ കൊടുക്കണം. മാധവൻ ബൊംബായിൽ മടങ്ങി എത്തുന്നത് വരെ കൂടെ സഞ്ചരിക്കാൻ നമ്മുടെ ബൈരാം ഖാനെ കൂടി അയക്കണം. അവൻ സഞ്ചരിച്ച് നല്ല പരിചയമുള്ളവനാണ്. മുതലുകൾ പോയതിൽ മാധവൻ അശേഷം വ്യസനിക്കേണ്ട എന്ന് തീർച്ചയായി മാധവനോട് പറയണം. ഈ ടെലിഗ്രാം വായിച്ചപ്പോൾ മാധവന് മനസ്സിൽ ഗോവിന്ദസേനെക്കുറിച്ച് ഉണ്ടായ ഒരു ബഹുമാനവും ഭക്തിയും എൻ്റെ വായനക്കാർക്ക് തന്നെ അനുമാനിക്കാവുന്നതാണല്ലോ. എന്നാലും ഗോവിന്ദസേനെ കൊണ്ട് ഇനി ഒരു കാശ് പോലും തനിക്കു വേണ്ടി ചിലവിടിയിക്കുന്നത് മാധവന് പ്രാണസങ്കടമായി തോന്നി. ഗോപിനാഥ ബാനർജിയോട് പറയുന്നു. മാധവൻ: മഹാ ഔദാര്യശാലിയായ ഗോവിന്ദസേൻ അധികം കാലം ലോകത്തിലെ ഗുണത്തിനായി ജീവിച്ചിരിക്കട്ടെ. ഞാനിപ്പോൾ മദിരാശിക്ക് മടങ്ങാനാണ് വിചാരിക്കുന്നത്. അവിടെ പോയിട്ട് കുറേ ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വീണ്ടും വന്ന് ഗോവിന്ദസേൻ അവർകളെയും താങ്കളെയും കണ്ടുകൊള്ളാം. എനിക്ക് ഇവിടെ നിന്ന് മദിരാശിയിലേക്ക് വഴിയാത്രയ്ക്കുള്ള പണം മാത്രം ഇപ്പോൾ കിട്ടിയാൽ മതി. ഗോപിനാഥ ബാനർജി: അങ്ങനെ തന്നെ. എന്നാൽ ഒരു 4-5 ദിവസം എൻ്റെ കൂടെ ഇവിടെ താമസിച്ചിട്ട് പോവാം, എന്നാലേ എനിക്ക് സുഖമുള്ളൂ എന്ന് പറഞ്ഞതിനെ അനുവദിച്ച് 4-5 ദിവസം കൂടി അവിടെ താമസിച്ചു. ഗോവിന്ദപ്പണിക്കരും ഗോവിന്ദൻകുട്ടി മേനവനും ബൊംബായിൽ താമസിക്കുന്നതായി മുമ്പത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗോവിന്ദപ്പണിക്കർക്ക് ശരീരത്തിന് ഇപ്പോഴും നല്ല സുഖമായില്ല. ബർമ്മയിലേക്ക് പുറപ്പാട് ഇന്ന്, നാളെ, മറ്റന്നാൾ എന്ന് വെച്ച് കഴിയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഗോവിന്ദൻകുട്ടി മേനവൻ ബൊംബായി എസ്പ്ലനഡിന് സമീപം കാറ്റും കൊണ്ട് നിൽക്കുമ്പോൾ സമീപത്തുകൂടി ബാബു കേശവചന്ദ്രസേൻ കടന്നുപോയി. കേശവചന്ദ്രസേൻ ഗോവിന്ദൻകുട്ടി മേനവന്റെ മുഖം കണ്ടപ്പോൾ മാധവന്റെ മുഖഛായ പോലെ തോന്നി. തിരിയെ ഇങ്ങോട്ട് തന്നെ മടങ്ങി ഗോവിന്ദൻകുട്ടി മേനവന്റെ അടുക്കെ വന്ന് ചോദിക്കുന്നു. കേശവചന്ദ്രസേൻ: താങ്കൾ ഏതു രാജ്യക്കാരനാണ്? ഗോവിന്ദൻകുട്ടി മേനോൻ: മലബാർ രാജ്യക്കാരനാണ്. കേശവചന്ദ്രസേൻ: ശരി, അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി മലബാറിൽ മാധവൻ എന്നൊരാളെ താങ്കൾ അറിയുമോ? ഇതു കേട്ടപ്പോൾ ഗോവിന്ദൻകുട്ടി മേനോൻ ഒന്നു ഞെട്ടി, വല്ലാതെ പരിഭ്രമിച്ചു. സന്തോഷവും സന്താപവും ആശ്ചര്യവും ഒക്കെ കൂടി മനസ്സിൽ തിക്കിത്തിരക്കി വലഞ്ഞുപോയി.
ഗോവിന്ദൻകുട്ടി മേനോൻ: അദ്ദേഹം എവിടെയുണ്ട്? ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സംബന്ധിയാണ്. അദ്ദേഹം ഞങ്ങളുടെ രാജ്യം വിട്ട് പോയിക്കളഞ്ഞിട്ട് 2 മാസത്തോളമായി. അദ്ദേഹത്തിൻ്റെ അച്ഛനും ഞാനും കൂടി പല ദിക്കിലും അദ്ദേഹത്തെ തിരഞ്ഞ് കാണാതെ വ്യസനിച്ച് വലഞ്ഞു നടക്കുന്നു. ഇവിടെ 8-10 ദിവസമായി ഞങ്ങൾ എത്തിയിട്ട്. ഉടനെ കേശവചന്ദ്രസേൻ വിവരങ്ങളെല്ലാം പറഞ്ഞു. ഒടുവിൽ കേശവചന്ദ്രസേൻ: ഇപ്പോൾ അദ്ദേഹം കൽക്കത്ത വിട്ടിരിക്കാം. എന്നാൽ അച്ഛന് ഞാനൊരു കമ്പി അയച്ചു, അതിൻ്റെ വിവരമറിയാം എന്നു പറഞ്ഞ് കേശവചന്ദ്രസേനും ഗോവിന്ദൻകുട്ടി മേനവനും കൂടെ ടെലഗ്രാഫ് ഓഫീസിൽ പോയി കമ്പി അയച്ചു. ഉടനെ കൂടെ ഗോവിന്ദപ്പണിക്കരുടെ അടുക്കെ കേശവചന്ദ്രസേൻ ഗോവിന്ദൻകുട്ടി മേനവനോടുകൂടെ പോയി. അദ്ദേഹത്തെയും ആൾക്കാരെയും ഒന്നിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് തൻ്റെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു. ഏകദേശം രാത്രി 8 മണിക്ക് മറുപടി കമ്പി എത്തി. മാധവൻ കൽക്കത്ത വിട്ടിരിക്കുന്നു. ഗോപിനാഥ ബാനർജിയുടെ അടുക്കെ ഉണ്ടായിരിക്കണം. അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒന്നും വ്യസനിപ്പാൻ ആവശ്യമില്ല. ഉടനെ സുഖമായി വന്നുചേരും എന്നാണ് മറുപടി. അതു കിട്ടി. ഉടനെ ഗോപിനാഥ ബാനർജിക്ക് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് രാത്രി തന്നെ കമ്പി അടിച്ചു. മാധവൻ അവിടെ ഉണ്ടോ എന്ന് മാത്രമാണ് കമ്പിയിൽ ചോദിച്ചത്. അതിന് പ്രഭാതത്തിൽ മറുപടി കിട്ടി. മറുപടി: മാധവൻ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഇവിടെ നിന്ന് ബൊംബായിക്ക് വണ്ടി കയറി. സുഖക്കേട് യാതൊന്നുമില്ല. ബൊംബായിൽ എത്തിയ ഉടനെ താങ്കളെ കാണും. ഈ കമ്പി വായിച്ചു കേട്ടപ്പോൾ ഗോവിന്ദപ്പണിക്കർക്കും ഗോവിന്ദൻകുട്ടി മേനവനും ഉണ്ടായ സന്തോഷത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ബൊംബായിൽ മാധവൻ കയറിയ വണ്ടി എത്തുന്ന ദിവസം കേശവചന്ദ്രസേൻ സ്റ്റേഷനിൽ എതിരേൽക്കാൻ ഗാഡിയുമായി തയ്യാറായി നിന്നു. എന്നാൽ ഒരു നേരം പോക്കുണ്ടാക്കണം എന്ന് കേശവചന്ദ്രസേൻ നിശ്ചയിച്ചു. ഗോവിന്ദപ്പണിക്കരോടും ഗോവിന്ദമേനവനോടും അവരുടെ ആൾക്കാരോടും സ്റ്റേഷനിലേക്ക് വരണ്ട എന്നും താനും മാധവനും കൂടി വീട്ടിലേക്ക് വരുമ്പോൾ അവരെ പുറത്തു കാണരുതെന്നും താൻ മാധവനെ പെട്ടെന്ന് കൊണ്ടുവന്ന് കാണിക്കുമെന്നും പറഞ്ഞ് ശട്ടം ചെയ്തിട്ടാണ് കേശവചന്ദ്രസേൻ സ്റ്റേഷനിലേക്ക് പോയത്. സ്റ്റേഷനിൽ എത്തുമ്പോഴേക്ക് വണ്ടിയും എത്തി. മാധവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൂടുമ്പോൾ കേശവചന്ദ്രസേനെ കണ്ടു. ഉടനെ കൈകൊടുത്ത് 2 പേരും കൂടി വണ്ടിയിൽ കയറി കേശവചന്ദ്രസേൻ്റെ ബംഗ്ലാവിലെത്തി പുറത്ത് ഭ്രാന്തയിൽ ഇരുന്നു. കേശവചന്ദ്രസേൻ കൽക്കത്ത വിട്ട ശേഷം നടന്ന വാസ്തവങ്ങളെല്ലാം മാധവൻ പറഞ്ഞു. കേശവചന്ദ്രസേൻ എല്ലാം കേട്ടു. ഒടുവിൽ കേശവചന്ദ്രസേൻ: ആട്ടെ, അലഹബാദിലെ സബ് ജഡ്ജിയുമായി പരിചയമായല്ലോ. കുറെ ദ്രവ്യനാശം വന്നാലും തരക്കേടില്ല. നല്ല ഒരു സ്നേഹിതനെ കിട്ടിയല്ലോ എന്നും മറ്റും പറഞ്ഞ് 2 പേരും വളരെ ചിരിച്ചു. കേശവചന്ദ്രസേൻ: ഇനിയത്തെ ഉദ്ദേശം എന്താണ്? മലബാറിലേക്ക് തന്നെ മടങ്ങുകയല്ലേ നല്ലത്? മാധവൻ: ഇല്ല, മലബാറിലേക്ക് ഇപ്പോൾ മടങ്ങുന്നില്ല. എന്നാൽ നാളെ ഞാൻ മദിരാശിക്ക് പോയി 8-10 ദിവസത്തിനകത്ത് ഇങ്ങോട്ട് തന്നെ മടങ്ങും. കേശവചന്ദ്രസേൻ: മദിരാശിയോളം മാത്രം പോയി മടങ്ങുന്നുവോ? മലബാറിലേക്ക് കൂടി പോവരുതോ? അച്ഛനെയും മറ്റും ഒന്ന് കാണാമല്ലോ. അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ മാധവന് ബഹുവ്യസനം തോന്നി. എങ്കിലും മറ്റേ സംഗതി ഓർത്തപ്പോൾ മലബാറിനെ മനസ്സുകൊണ്ട് ഒന്ന് ശപിച്ചും കൊണ്ട്. മാധവൻ: അച്ഛനെ കാണുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. തൽക്കാലം സാധിക്കയില്ലെന്ന് തോന്നുന്നു. കേശവചന്ദ്രസേൻ: എന്നാൽ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാറായല്ലോ, കുളിക്കണ്ടേ? മാധവൻ: കുളിക്കാം എന്ന് പറഞ്ഞ് മാധവൻ എണീറ്റു. കേശവചന്ദ്രസേൻ: ഞാനിന്ന് എൻ്റെ സ്നേഹിതന്മാരിൽ 2 ആളെ കൂടി താങ്കളുടെ പ്രീതിക്കായി ഭക്ഷണത്തിന് വരാൻ ക്ഷണിച്ചിട്ടുണ്ട്. താങ്കൾക്ക് അവരെ കാണാൻ സന്തോഷമുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാധവൻ: താങ്കളുടെ സ്നേഹിതന്മാർ എൻ്റെയും സ്നേഹിതന്മാർ തന്നെ. അവരെ ക്ഷണിച്ചത് എനിക്ക് അത്യന്തം സന്തോഷമായി എന്ന് പറഞ്ഞ് മാധവൻ കുളിപ്പാൻ പോയി. കുളിപ്പാൻ പോയ ഉടനെ കേശവചന്ദ്രസേൻ ഗോവിന്ദപ്പണിക്കരെയും ഗോവിന്ദൻകുട്ടി മേനവനെയും ഭക്ഷണം ചെയ്യുന്ന മുറിയിലേക്ക് വിളിച്ച് തീന്മേശയുടെ അടുക്കെ ഇരുത്തി. താനും ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ മാധവൻ കുളി കഴിഞ്ഞ് വരുന്നത് കണ്ട് കേശവചന്ദ്രസേൻ എതിരേറ്റ് ഈ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. കേശവചന്ദ്രസേൻ:
ഇതാ ഈ ഇരിക്കുന്ന രണ്ടുപേരെയാണ് ഞാൻ ക്ഷണിച്ചത്. താങ്കളുമായി മുമ്പ് പരിചയമുണ്ടോ? ഞാനറിയില്ല. മാധവൻ നോക്കി. പിന്നെ ഉണ്ടായത് എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ. ഓ, അച്ഛനെ ഞാൻ കണ്ടത് എൻ്റെ ഭാഗ്യം എന്ന് പറയുമ്പോഴേക്ക് ഗോവിന്ദപ്പണിക്കർ എഴുന്നേറ്റ് മാധവനെ ആലിംഗനം ചെയ്തു. അയ്യോ എൻ്റെ കുട്ടാ, നീ എന്നെ ഇങ്ങനെ വ്യസനിപ്പിച്ചുവല്ലോ എന്ന് ഗദ്ഗദാക്ഷരമായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കേശവചന്ദ്രസേൻ ഉടനെ ആ മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോയി. ഈ ആലിംഗനവും കരച്ചിലും ഒക്കെ കഴിഞ്ഞ ശേഷം ഒന്നാമത് ഗോവിന്ദപ്പണിക്കർ പറഞ്ഞത്, ഗോവിന്ദൻകുട്ടി ഉടനെ നാട്ടിലേക്കൊരു കമ്പി അടിക്കണം. ഇവൻ്റെ അമ്മയും പെണ്ണും വ്യസനിച്ച് മരിച്ചിരിക്കുമോ എന്നറിഞ്ഞില്ല. മാധവൻ: ഏതു പെണ്ണാണ് എന്നെക്കുറിച്ച് വ്യസനിച്ച് മരിക്കാൻ? ഗോവിന്ദൻകുട്ടി മേനോൻ: എൻ്റെ മരുമകൾ ഇന്ദുലേഖ. ഭ്രാന്ത, എന്തൊരു കഥയാണിതെല്ലാം! എന്തെല്ലാം ഗോഷ്ടിയാണ് ഈ കാണിച്ചത്? ഈയിടെ മാധവന് പലപ്പോഴും വിചാരിയാതെ പെട്ടെന്ന് പല ആപത്തുകളും നേരിട്ടിട്ടുണ്ടായിരുന്നു. ചില സന്തോഷങ്ങളും ഇടയിൽ ഉണ്ടായിട്ടില്ലെന്നില്ല. എന്നാൽ അതിനാൽ ഒന്നും ഇപ്പോൾ ഉണ്ടായതുപോലെയുള്ള ഒരു സ്തബ്ധത മാധവന് ഉണ്ടായിട്ടില്ല. ഗോവിന്ദൻകുട്ടി മേനോൻ പറഞ്ഞതു കേട്ടപ്പോൾ മാധവന്റെ സർവാംഗം തരിച്ച് മരം പോലെ ആയിപ്പോയി. ഗോവിന്ദപ്പണിക്കർ: എന്ത് കഷ്ടമാണ് കുട്ടാ നീ ചെയ്തത്! നിന്റെ അമ്മയെയും ആ പെണ്ണിനെയും ഞങ്ങളെയും നീ ഇങ്ങനെ വ്യസനിപ്പിച്ചുവല്ലോ. നീ നാട്ടിൽ വന്നിട്ട് ഒരു പൊള്ളം കേട്ട് അന്ധാളിച്ച് ഓടിപ്പോയല്ലോ. വിവരങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞു. കഷ്ടം, നിനക്ക് എന്തോ ഒരു ശനിപ്പിഴ ഉണ്ടായിരുന്നു. അത് തീർന്നുവായിരിക്കാം. മാധവന് ഒരക്ഷരവും ശബ്ദിപ്പാൻ വയ്യാതെ കസാലമേൽ ഇരുന്നു. ഉടനെ കേശവചന്ദ്രസേൻ വന്ന് ഇതെല്ലാം കണ്ടിട്ട് എന്തൊക്കെയോ ചില അപകടം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയെങ്കിലും മാധവനോട് ഒന്നും ചോദിച്ചില്ല. എല്ലാവരും ഭക്ഷണത്തിന് ആരംഭിച്ചു. മാധവനും ഭക്ഷണം കഴിക്കുന്ന പോലെ കാട്ടിക്കൂട്ടി. ഭക്ഷണം കഴിഞ്ഞ് ഉടനെ ഗോവിന്ദൻകുട്ടി മേനവൻ വിവരത്തിന് ഒരു ടെലിഗ്രാം മലബാറിലേക്ക് അയച്ചു. കേശവചന്ദ്രസേൻ വേറെ മുറിയിലേക്ക് പോയ ശേഷം ഗോവിന്ദപ്പണിക്കർ: എന്താണ് കുട്ടാ നീ ഒന്നും മിണ്ടാത്തത്? ഗോവിന്ദൻകുട്ടി മേനോൻ: ഇത്ര വിഡ്ഢിത്തം കാണിച്ചിട്ട് എങ്ങനെയാണ് മിണ്ടുന്നത്? മാധവൻ: അച്ഛാ, എനിക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ അറബിയൻ നൈറ്റ്സിലുള്ള ഒരു കഥ വായിച്ചു കേൾക്കും പോലെ തോന്നുന്നു. ഗോവിന്ദപ്പണിക്കർ: നല്ല കഥയാണിത്. ഇന്ദുലേഖയെ നീ ഇങ്ങനെ വ്യസനിപ്പിച്ചുവല്ലോ. നിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് സംശയം. അത്ര പരവശയായിരിക്കുന്നു. മാധവൻ കണ്ണുനീർ വാർത്തുകൊണ്ട് മുഖം താഴ്ത്തി. ആ ദിവസം കേശവചന്ദ്രസേൻ്റെ കൂടെ താമസിച്ച് പിറ്റേ ദിവസത്തെ വണ്ടിക്ക് മലയാളത്തിലേക്ക് പുറപ്പെടുവാൻ നിശ്ചയിക്കുകയും ചെയ്തു. ബാബു കേശവചന്ദ്രസേൻ്റെ ഉന്നതമായ ഒരു വെൺമാട സൗധത്തിൽ വിശേഷമായ ചന്ദ്രികയിൽ ഗോവിന്ദപ്പണിക്കരും മാധവനും ഗോവിന്ദൻകുട്ടി മേനവനും കൂടി അന്നു രാത്രി കാറ്റുകൊള്ളാനിരുന്നപ്പോൾ ഇവർ തമ്മിൽ ഉണ്ടായ മുഖ്യമായ ചില സംഭാഷണങ്ങളെക്കുറിച്ച് കൂടി എൻ്റെ വായനക്കാരെ അറിയിപ്പാൻ എനിക്ക് താൽപ്പര്യമുണ്ടാകയാൽ അതിൻ്റെ വിവരം ഇനിയത്തെ അധ്യായത്തിൽ കാണിപ്പാൻ നിശ്ചയിക്കുന്നു.